കേരളത്തിൽ നിന്ന് പാർലമെന്റിൽ പ്രതിനിധി ഉണ്ടാകണമെന്ന നിർബന്ധ ബുദ്ധിയിൽ ബി.ജെ.പി. നീങ്ങുമ്പോൾ പ്രതിരോധ നീക്കങ്ങളിലാണ് എൽ.ഡി.എഫും യു.ഡി.എഫും. കേരളത്തിൽ നിന്ന് ഇത്തവണയെങ്കിലും നേട്ടമുണ്ടാക്കണമെന്ന ലക്ഷ്യത്തിന്റെ ഭാഗമാണ് പ്രധാനമന്ത്രിയുടെ അടിക്കടിയുള്ള സന്ദർശനം എന്നാണ് വിലയിരുത്തൽ. ബി.ജെ.പി. സംസ്ഥാന നേതൃത്വമല്ല, ദേശീയ നേതൃത്വം തന്നെയാണ് കേരളം കേന്ദ്രീകരിച്ചുള്ള തന്ത്രങ്ങൾ മെനയുന്നത്. കേരളത്തിൽ നിന്ന് ഒരു സീറ്റെങ്കിലും ലഭിക്കണമെന്നത് ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിന്റെ അഭിമാന പ്രശ്നമാണ്. പ്രധാന പ്രചാരണ ആയുധമായി കണക്കാക്കുന്ന അയോധ്യ കേരളത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കില്ലെന്ന വിലയിരുത്തലിലാണ് ബി.ജെ.പി. നേതൃത്വം. ഇവിടെ തന്ത്രത്തിന്റെ അലകും പിടിയും അതുകൊണ്ട് തന്നെ മാറ്റുകയാണ്. ഇതിന്റെ ഭാഗമാണ് പ്രധാനമന്ത്രിയുടെ തുടരെയുള്ള കേരള സന്ദർശനവും റോഡ് ഷോയും. ഇത് ഇരുമുന്നണികളും തിരിച്ചറിയുന്നുണ്ട്. പ്രധാനമന്ത്രിയെ മുൻനിർത്തി ബി.ജെ.പി. ഒരുക്കുന്ന രാഷ്ട്രീയ തന്ത്രത്തെ മറികടക്കാനാണ് എൽ.ഡി.എഫും യു.ഡി.എഫും ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രിയുടെ പ്രചരണം കേരളത്തിൽ ഗുണം ചെയ്യില്ലെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പി.കെ. കുഞ്ഞാലിക്കുട്ടിയും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ വരവ് കോൺഗ്രസിന് കൊണ്ടുവന്ന നേട്ടം ഇത്തവണയും അതേ അളവിൽ ആവർത്തിക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാലും വേറെ പ്രചാരണ തന്ത്രവും ഉണ്ടാകും. ഇടതുമുന്നണിയാകട്ടെ മുഖ്യമന്ത്രിയെ തന്നെ മുന്നിൽ നിർത്തി നടത്തുന്ന കേന്ദ്ര സർക്കാർ വിരുദ്ധ സമരങ്ങളിലാണ് പ്രതീക്ഷ കൈവയ്ക്കുന്നത്. കേന്ദ്ര നിലപാടുകളെ യു.ഡി.എഫ് പിന്തുണയ്ക്കുകയാണെന്നുമാണ് എൽ.ഡി.എഫ് ആരോപണം. 18 എംപിമാർ ഡൽഹിയിൽ ജയിച്ചു പോയല്ലോ, ഒരു പ്രയോജനമില്ലല്ലോ. ആ 18 പേര് ജയിച്ചു പോയിട്ട് കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് പറയണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ പല പ്രാവശ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എം.പി. കോൺഫറൻസ് വിളിച്ചു. അവർ ഡൽഹിയിൽ പോയിട്ടൊന്നും പറയുന്നില്ലെന്ന് മാത്രമല്ല, കേരളത്തിലെതിരായിട്ട് അവരവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൈവിട്ട ന്യൂനപക്ഷ വോട്ടുകളിലാണ് ഇടതുമുന്നണിയുടെ കണ്ണ്. 24 തിരുവനന്തപുരം. പ്രധാനമന്ത്രിയുടെ സന്ദർശനം, അതിനു പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം. വിശദാംശങ്ങളുമായി എബിൻ ജോസ് തത്സമയം. എബിൻ, കേന്ദ്രത്തിനെതിരെ സമരം നടത്താൻ എൽ.ഡി.എഫ് ഇറങ്ങുന്നു, എന്നാൽ അത് യോജിച്ച സമരത്തിലേക്ക് പോകുന്നില്ല. പ്രതിപക്ഷം യോജിച്ച സമരത്തിനില്ല എന്ന നിലപാട് വ്യക്തമാക്കുമ്പോൾ ആ ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, റോഡ് ഷോ നടത്തുന്നു, പ്രവർത്തകരോട് എങ്ങനെയാകണം കേരളം പിടിക്കേണ്ടത് എന്നതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള സന്ദർശനം. അനുജ, തീർച്ചയായും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള സന്ദർശനം തന്നെയാണ്. അതിൽ രാഷ്ട്രീയം എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയം പറയേണ്ട സ്ഥലത്ത് കൃത്യമായി പറഞ്ഞാണ് പ്രധാനമന്ത്രി പോയിരിക്കുന്നത്. ഇന്ന് മറൈൻ ഡ്രൈവിൽ നടന്ന പരിപാടി അതിന് ഉദാഹരണമാണ്. കാരണം എങ്ങനെയാണ് കേരളത്തിൽ ബി.ജെ.പി. പ്രവർത്തകർ ആളുകൾക്കിടയിലേക്ക് ചെല്ലേണ്ടത് എന്നുള്ള കാര്യം അദ്ദേഹം വരിവരിയായി പറയുന്നുണ്ട്. കൃത്യമായി ബൂത്ത് തലങ്ങളിൽ പ്രവർത്തനം എത്തിക്കണം, ആളുകളുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെടണം. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ അത് ഓരോന്നായി ആളുകളിലേക്ക് എത്തിക്കണം. കന്നി വോട്ടർമാരെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്, അവരെ ബി.ജെ.പിയിലേക്ക് അടുപ്പിക്കേണ്ടത് എങ്ങനെയാണ്, കഠിന പ്രയത്നത്തിലൂടെ മാത്രമാണ് കേരളത്തിൽ ജയിച്ചു കയറാനാകൂ എന്നുള്ള മുന്നറിയിപ്പ് അദ്ദേഹം പ്രവർത്തകർക്ക് നൽകുന്നു. ഏതായാലും നേരത്തെ അനുജ പറഞ്ഞതുപോലെ തന്നെ ദേശീയ നേതൃത്വം നേരിട്ടിടപെട്ടാണ് കേരളത്തിൽ ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നയിക്കുന്നത്. കേരളത്തിൽ നിന്ന് ഒരു എം.പി. ഉണ്ടാകുക എന്നുള്ളത് ബി.ജെ.പിയുടെ ലക്ഷ്യമാണ്. അതിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് പ്രധാനമന്ത്രി അടിക്കടി റോഡ് ഷോയും അതുപോലെ തന്നെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ ഒരു സൈഡിൽ കപ്പൽശാലയിലെ ഇന്നത്തെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി ചില കാര്യങ്ങൾ കൂടി ബി.ജെ.പി. പറഞ്ഞു വയ്ക്കുന്നു. എങ്ങനെയാണ് ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തകർ ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലേണ്ടത് എന്നുള്ള കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ് മറൈൻ ഡ്രൈവിൽ നടന്ന പരിപാടിയിൽ ഉടനീളം നമ്മൾ കാണാൻ സാധിച്ചത്. അനുജ, ശരി, ഇതാണ് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം. അതിന്റെ വിവരങ്ങളാണ് ബിൻ ജോസ് നൽകിയത്.